ദുബായിലെ ഡെസേർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദുബായിൽ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഡെസേർട്ടിൽ വന്നതാണ്. ഡെസേർട്ടിൽ സൂര്യൻ്റെ അസ്തമയം കണ്ടു, വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ അസ്തമയ സൂര്യൻ ഉയർന്നു വരുന്നതും പിന്നീട് നമ്മൾ അസ്തമയ സൂര്യൻ താണുന്നതും എപ്പോഴേക്ക് എന്താ പറയുക, അതൊക്കെ കാണാൻ പറ്റി. വളരെ ഈവനിങ്ങിൽ വന്നതുകൊണ്ട് നല്ലൊരു തണുത്ത കാറ്റും തണുത്ത ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ചെരുപ്പിട്ടവരെല്ലാവരും ചെരുപ്പ് കാറിലേക്ക് കഴിച്ചു വെക്കണം. ഷൂട്ടവരെല്ലാം വിട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ വന്ന് അവിടെ ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പർദ്ദ ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ട് ഞാൻ നടത്തി മടങ്ങുമ്പോഴാണ് നാണു മാഷ് എന്താ പറയുക അറബി വേഷത്തിൽ വരുന്നുണ്ട്. അപ്പം മാഷപ്പര ഒരു ഫോട്ടോ എടുത്ത് ശേഷം നമ്മൾ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കയ്യിൽ മൈലാഞ്ചി ഇടലാണ്. അങ്ങനെ കയ്യിൽ ഒരു പുറം ഭാഗത്തേക്ക് കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്ന് അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൈ മുഴുവനായിട്ടും എന്താ പറയുക മൈലാഞ്ചി ഇടുന്ന അവരും ഉണ്ട്. ഡിസൈൻ അവർ കാണിച്ചു തരും. നമ്മൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർ പൈസ കൊടുത്തൊരു മൈലാഞ്ചി. അപ്പോൾ എനിക്കിത് ഫ്രീ ആയിട്ടാണ് ഈ മൈലാഞ്ചി ഇവരിട്ട് തരുന്നത്. കൈയുടെ പുറത്ത് കുറച്ച് മൈലാഞ്ചി ഇവരാണ് എനിക്ക് ഇട്ട് തന്നത്. ഓക്കെ, ഈ മൈലാഞ്ചിയോട് കൂടി തന്നെ ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒട്ടക സവാരി നടത്താൻ പോയി. വളരെയധികം സങ്കടമുള്ളൊരു കാഴ്ചയാണ്. ഒട്ടക സവാരി ചെയ്തു പോയല്ലോ എന്ന ഒരു ദുഃഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒട്ടകത്തിൻ്റെ വായുവൊക്കെ ഇങ്ങനെ കെട്ടിയിന്. പിന്നെ മാത്രമല്ല എന്താ പറയുക ഇരുമ്പിനെ കൊണ്ടാണ് അത് കടിക്കുമോ എന്നോ എനിക്കറിയത്തില്ല. ഒട്ടകത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കടിക്കുന്നതുകൊണ്ടാണോ അതിനെ ഇരുത്തിക്കുക നിർത്തിക്കുക അത് എന്താ പറയുക, അത് വളരെ വേദനയോട് കൂടിയിട്ടാണ് ഇരുന്ന് എണീച്ച് നിൽക്കുന്നത്. അപ്പോൾ വെറുതെ എന്താ പറയുക ആ ഒരു സങ്കടം എനിക്ക് മാറുന്നില്ല. പിന്നെ കുറേ സമയം ഞാൻ ഒട്ടകത്തിനെ നോക്കി ഇരിക്കുക ചെയ്തത്. പിന്നെ ശേഷം ഭക്ഷണത്തിന് പോയി. സാധാരണ അറബികൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് ഗൾഫ് ഉള്ള ആ ഒരു ഭക്ഷണമാണ്. അത് കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എടുത്തെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനുശേഷം അവിടെ നൃത്തത്തിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ പല ഷോ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ സമീപത്തിരുന്ന ഹുക്ക വലിക്കുന്നുണ്ട്. അതൊന്നും മദ്യം, ഹുക്ക, സിഗരറ്റ് അതൊന്നും ആ നിയമങ്ങളൊന്നുമില്ല. അതെല്ലാം അവർക്ക് പൊതുസ്ഥലങ്ങളിലൊക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലേഡി കുറേ സമയമായിട്ട് നല്ല ഡാൻസിലായിരുന്നു. അവർ ഒരു മ്യൂസിക്കിന് അനുസരിച്ച് മനോഹരമായ ഡാൻസ് കളിച്ചു. ശേഷം എന്താ പറയുക ഈ കാണുന്ന പ്രോഗ്രാം. പിന്നെ ശേഷം ഒരു ഫയർ ഉണ്ടായിരുന്നു. ഫയർ കഴിഞ്ഞതിന് ശേഷം ഐ ലവ് യു ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് അവർ തീ കൊടുത്തു. പിന്നെ ഇത് കണ്ടു. ഞങ്ങൾ ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങി.